കർക്കിടക മാസത്തിലെ 6-ാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് രാമായണത്തിലെ ഒരു മനോഹരമായ സംഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് ഗുഹൻ എന്ന നിഷാദ രാജാവിന്റെ കഥയാണ്. ഈ കഥ നമ്മെ യഥാർത്ഥ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വില പഠിപ്പിക്കുന്നു. ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ എന്നിവർ വനവാസത്തിനായി യാത്ര ചെയ്യുന്നതിനിടയിൽ ഗംഗാനദിയുടെ തീരത്തുള്ള ശൃംഗവേരപുരം എന്ന സ്ഥലത്തെത്തി. അവിടുത്തെ രാജാവായിരുന്നു ഗുഹൻ. ശ്രീരാമൻ എത്തിയെന്ന വാർത്ത അറിഞ്ഞ ഗുഹൻ വളരെ സന്തോഷത്തോടെ പഴങ്ങളും കിഴങ്ങുകളും തേനും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ശ്രീരാമനെ കണ്ട ഗുഹന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പ്രഭു, എന്റെ രാജ്യം അങ്ങയുടേതാണ്. ദയവായി ഇവിടെ തന്നെ താമസിക്കൂ. അങ്ങയെ സേവിക്കാനുള്ള ഭാഗ്യം എനിക്ക് നൽകണം. എന്നാൽ ശ്രീരാമൻ സ്നേഹത്തോടെ മറുപടി പറഞ്ഞു, ഗുഹ, നിന്റെ സ്നേഹം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ ഞാൻ വനവാസ വ്രതം അനുഷ്ഠിക്കുകയാണ്. അതിനാൽ രാജകീയ സൗകര്യങ്ങൾ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഗുഹൻ അല്പം വിഷമമുണ്ടായെങ്കിലും ശ്രീരാമന്റെ തീരുമാനം അദ്ദേഹം ബഹുമാനിച്ചു. ആ രാത്രി ഗുഹനും ലക്ഷ്മണനും ഉറങ്ങാതെ കാവൽ നിന്നു. ശ്രീരാമനും സീതാദേവിയും സുരക്ഷിതരായിരിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ. പിറ്റേന്ന് രാവിലെ ഗംഗ കടക്കാൻ ഒരു വള്ളം ഒരുക്കി. ശ്രീരാമൻ വള്ളത്തിൽ കയറുന്നതിന് മുമ്പ് ഗുഹൻ ഭക്തിയോടെയും സ്നേഹത്തോടെയും യാത്രയപ്പ് നൽകി. തന്റെ പ്രിയ സുഹൃത്ത് അകന്നു പോകുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത്? യഥാർത്ഥ സൗഹൃദം സമ്പത്തോ സ്ഥാനമോ നോക്കിയല്ല ഉണ്ടാകുന്നത്. സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയുമാണ് ഒരു സൗഹൃദത്തെ മഹത്വത്താക്കുന്നത്. ശ്രീരാമൻ രാജകുമാരനായിരുന്നുവെങ്കിലും ഗുഹനെ ഒരിക്കലും താഴ്ന്നവനായി കണ്ടിട്ടില്ല. ഗുഹനും ശ്രീരാമനെ ഒരു രാജാവായി മാത്രമല്ല, ആത്മസുഹൃത്തായി സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തിലും ബന്ധങ്ങൾ നിലനിൽക്കുന്നത് പണത്തിന്റെയോ ബലത്തിന്റെയോ അല്ല, ആത്മാർത്ഥമായ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ബലത്തിലാണ്. ഈ കർക്കിടക ദിനത്തിൽ നമുക്കും നല്ല സുഹൃത്തുക്കളാകാനും മറ്റുള്ളവരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണാനും ശ്രമിക്കാം. ശ്രീരാമന്റെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ. ജയ് ശ്രീരാം. നന്ദി.